പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകലത്തെയും ഭരിക്കുന്ന സൃഷ്ടാവായ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുഹൃദയത്തിലിരുന്ന് യാത്ര ചെയ്യുവാൻ, അങ്ങയുടെ തിരുഹൃദയത്തിൽ എപ്പോഴും ശരണപ്പെടുവാൻ, തിരുഹൃദയത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കോടാനുകോടി മാലാഖമാരോട് ചേർന്നുകൊണ്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിൽ വലിയൊരു സ്വരം കേട്ടു. വെളിപാട് 19. വലിയ ജനക്കൂട്ടത്തിൻ്റെ തിരമാലകളുടെ വലിയ ശബ്ദഘോഷത്തോടെ അവരെല്ലാവരും ആർത്ത് വിളിച്ചു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് ഏറ്റവും ചേർന്നിരുന്നു കൊണ്ട് തിരുവോസ്തിയിൽ ജീവനുള്ള ദൈവത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഈ യൂതിത്വ പ്രാർത്ഥനയിലൂടെ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്നേഹം നൽകിക്കൊണ്ട് ബാറൂക്ക് 4:30 ഇസ്രായേലെ മകളെ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇതാ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. സ്തുതിക്കുന്ന അധരങ്ങളിൽ കർത്താവ് ശക്തമായ കോട്ട കെട്ടി ആ മക്കളെയും കുടുംബത്തെയും ദേശത്തെയും കർത്താവ് സംരക്ഷിക്കുന്നു. കർത്താവേ, ഈ സമയം മുഴുവനും ഞങ്ങളുടെ സ്നേഹവും അങ്ങയിലുള്ള ഞങ്ങളുടെ ആശ്രയത്വവും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി ലോകം മുഴുവനും യുദ്ധക്കെടുതികൾ മൂലം വേദനിക്കുന്ന നിരവധി മക്കൾ, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അലഞ്ഞു തിരിയുന്ന കുഞ്ഞുങ്ങൾ, പാർപ്പിടമില്ലാതെ അലഞ്ഞു തിരിയുന്ന മക്കൾ, ഈശോയെ കാലവർഷക്കെടുതി മൂലം കഷ്ടപ്പെടുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദുഃഖിതരുടെയും പീഡിതരുടെയും പാപികളുടെയും ആലംബമായ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കരുണയുടെ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപപരിഹാരത്തിനായി, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ 4 തലമുറ മുന്നുള്ള എല്ലാവരെയും, ശുദ്ധ്യാനുസലത്തിലെ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം കരുണയുടെ ജപമാല പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവന്റെ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ
അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ ഏറ്റവും വത്സലസുതനും കർത്താവുമായി ശിമിശിയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. യേശുവേ, നന്ദി നന്ദി, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഗ്ലോറി 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 ഗ്ലോറി. റൂഹ 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 റൂഹ. റിയ 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 റിയ. കാലേ 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 കാലേ. യേശുവേ മാതോ 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 മാതോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു 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 യേശു. റുവായേ 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 റുവാ 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 റുവാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു 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 യേശു. പരിശുദ്ധാത്മാവേ, പ്രപഞ്ചം മുഴുവൻ അറിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപത്തിന് ചുടു കഴിയുന്നവർക്കും എല്ലാവർക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധിന് കൊടുങ്കാറ്റ് ആകാശത്ത് വരട്ടെ. പരിശുദ്ധാത്മ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായി സ്വസ്ഥമായി ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. എന്നെ ജീവന് തുല്യം പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയുന്നു. സ്വർഗരാജ്യവും നരകരാജ്യവും തമ്മിലുള്ള പോരാട്ട യുദ്ധത്തിലാണ് നാം ഓരോരുത്തരും, നമ്മുടെ കുടുംബവും ദേശം ലോകം മുഴുവനും. നന്മ ചെയ്യുവാനും നന്മയിലേക്ക് വളരുവാനും നന്മ കാണാനും നന്മ പറയുവാനും ഒരു വശത്ത് അതിശക്തമായ തീഷ്ണതയോടെ സ്വർഗം നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുമ്പോൾ, മറുവശത്ത്
നരകരാജ്യം തിന്മയുടെ ദുഷ്ടാരൂപികൾ കൊണ്ട് നമ്മളെ ആവസിച്ച് തിന്മ പ്രവർത്തിക്കുവാനും തിന്മ കാണാനും പറയാനും ലോകസുഖം ആസ്വദിക്കുവാനും പാപസുഖം ആസ്വദിച്ചുകൊണ്ട് ദൈവിക രാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് കണ്ണീരോടെ ഇന്ന് നമുക്ക് മാപ്പപേക്ഷിക്കാം. വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാൾ, മഹാതിരുനാൾ സാഘോഷം കൊണ്ടാടുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് പലവട്ടം നമുക്ക് ഉരുവിട്ട് നടക്കാം. ഓ ജീസസ് ക്രൈസ്റ്റ്, സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് നമുക്ക് ഈശോയോട് ഏറ്റു പറയാം. സാത്താനെ അന്തമാക്കുന്ന പ്രാർത്ഥന 3 പ്രാവശ്യം നമുക്ക് ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിൻ്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇതാ കർത്താവിൻ്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇതാ കർത്താവിൻ്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അമൂല്യമായ തിരുരക്തവും തിരുജലവും കൊണ്ട് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്ന ഈ നിമിഷം നമുക്ക് ഏറ്റുചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ അമൂല്യമായ തിരുരക്തമേ, ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോയുടെ അമൂല്യമായ തിരുരക്തമേ, ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോയുടെ അമൂല്യമായ തിരുരക്തമേ, ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ശാന്തമായി നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും കർത്താവ് നമ്മോട് ഈ നിമിഷം വരെ കാണിച്ച എല്ലാ സ്നേഹാതിരേകത്തിനും നമുക്ക് നന്ദി പറഞ്ഞ് ശാന്തമായിട്ടായിരിക്കാം, ഈശോയുടെ മുൻപിലായിരിക്കാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈശോയെക്കുറിച്ചുള്ള അറിവല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്, അനുഭവമാണ് വേണ്ടത്. ഒരുപാട് ടോക്കുകൾ കേട്ടും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയും ഈശോയെക്കുറിച്ച് അറിവ് നേടാൻ എല്ലാവരും ഇന്ന് തിടുക്കം കൂട്ടുമ്പോൾ ഈശോ പറയുന്നു, എന്നെ നിങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുവിനെന്ന് ഈശോ പറയുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ സമയം കർത്താവിനെ ഇരുകരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിച്ച് മുഴുവൻ ഹൃദയത്തോടെ സർവശക്തിയോടെ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയായ 24 മണിക്കൂർ രാപ്പകൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ പ്രാർത്ഥന ഹല്ലേലൂയ ഉരുവിട്ടുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിക്കാം. ഹല്ലേലൂയ 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 Hallelujah.
യേശുവേ മാത്രം നമുക്ക് പാടി സ്തുതിക്കാം. സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നപ്പാ സ്നേഹിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാർമൽ റൂഹ മിനിസ്ട്രി ശുശ്രൂഷയിലെ നമ്മൾ ഒരു പുതിയ കാൽവെപ്പ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സിസ്റ്ററുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ടോക്കുകളും ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകുകയില്ല എന്ന് ശിഷ്യന്മാർ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്താനായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോ മലമുകളിലേക്ക് കയറി വിജനതയിലേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശിഷ്യന്മാര് വിചാരിക്കുകയാണ്, യേശുവിൻ്റെ കൂടെ നടന്ന് ഞങ്ങൾക്കിത് സാധിക്കും, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അവൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന മട്ടില് അവർ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും പിശാചിന്റെ വർഗത്തെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിശാച് ബാധിച്ച ബാലൻ കൂടുതൽ പ്രബോധിപ്പിക്കുന്നവനായിട്ട് മാറുകയാണ്. ഈ സമയത്താണ് ഈശോ കടന്നു വന്ന് വചനം പറയുമ്പോഴേക്കും ആ ബാലൻ സുഖപ്പെട്ട് കർത്താവിൻ്റെ കാലത്തിലിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് അവൻ സുബോധത്തോടെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? അപ്പോൾ ഈശോ അവരോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗത്തെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കാർമൽ റൂഹ മിനിസ്ട്രി ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. 7 കരുണക്കൊന്ത 4 ജപമാല. ഈ 7 കരുണക്കൊന്ത പ്രിയപ്പെട്ടവർ നമ്മളായിരിക്കും 7 കരുണക്കൊന്തയ്ക്ക് എങ്ങനെ ചെല്ലാൻ സാധിക്കുന്നു? പക്ഷെ നമ്മൾ ഒറ്റ ഇരിപ്പിനങ്ങ് തുടങ്ങിയാൽ, സിസ്റ്ററൊക്കെ നമ്മൾ പാദ്രി പിയോ വിശുദ്ധനൊക്കെ 50 ജപമാല ചൊല്ലിയിട്ടാണ് ഒരു കുർബാനയ്ക്ക് പോയിരുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ മുഴുവനും ആള് ഞാനത് ആയിത്തീരുകയാണെന്നാണ് പറഞ്ഞത്. ഞാനത് ആയിത്തീരുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് അത്രമാത്രം ഒരുങ്ങിയാണ് പോയിരുന്നത്. ഒരു ധ്യാനത്തിൻ്റെ പാസേജ് ഒരു 10ഓ 12ഓ തവണ തലേ ദിവസം വായിച്ചൊരുങ്ങിയിട്ടാണ് ധ്യാനിക്കാൻ പോയിരുന്നത്. അപ്പോൾ പ്രാർത്ഥന കർത്താവിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് കർത്താവിനെ കാണില്ല. കർത്താവ് എവിടെ പോയി? ജനതയിലേക്ക്, അല്ലെങ്കിൽ ഗെത്സമൻ തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മലയുടെ മുകളിലേക്ക് എല്ലാം പ്രാർത്ഥിക്കാൻ പോയി. ചിലപ്പോൾ നമുക്ക് കാണാം, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ ഇതാ കർത്താവ് താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്, ദുഃഖിതരുടെയും പീഡിതരുടെയും വ്യാകുലരുടെയും എല്ലാം കണ്ണീരൊക്കുവാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കർത്താവ് വരുന്നത്. പ്രാർത്ഥന വലിയ ശക്തിയാണ്. പ്രാർത്ഥിച്ച് പിശാചിനെ നമ്മൾ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ പിശാച് വരച്ച വരയിൽ നമ്മൾ എന്ന് വെച്ചാൽ കർത്താവ് നമുക്കറിയാം, ഈശോ 40 രാവും പകലും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഈശോ മലമുകളിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവല്ല ആദ്യം വന്നത്, പിശാച് സാത്താൻ അവനെ പരീക്ഷിക്കാൻ വന്നു. അപ്പൊ അവനോട് യുദ്ധം ചെയ്ത് വചനത്താൽ അവനെ ബന്ധിച്ച് അവൻ വരച്ച വരയിൽ നിന്ന് അവനെ പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തിയിട്ടാണ് കർത്താവ് പിന്നീട് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ പിശാച്, സാത്താൻ, പലരും ഈ കാലഘട്ടത്തിൽ സാത്താൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. സാത്താൻ ഇല്ല, പിശാചിന്റെ ആക്രമണങ്ങളില്ല, ദുഷ്ടാരൂപികളില്ല, സ്വർഗീയ ഇടങ്ങളിൽ പോലും തിന്മയുടെ ശക്തികളുണ്ട് പ്രിയപ്പെട്ട. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മിനിസ്ട്രി, കാർമൽ റൂഹ മിനിസ്ട്രി, നമ്മളെടുത്തിരിക്കുന്ന
ഒരു പുതിയ പ്രതിജ്ഞയാണ് 7 കരുണക്കൊന്തയും 4 ജപമാല. അത് നമ്മൾ ഒറ്റയിരുപ്പിന് അത്ര സ്പീഡിൽ ചെല്ലാമോ എന്നൊക്കെ പലരും സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. അത്ര സ്പീഡിൽ ചൊല്ലിയോണ്ട് ഒരു കുഴപ്പം നമുക്ക് വരാൻ പോകുന്നില്ല. അപ്പം നമ്മളെല്ലാവരും പ്രേക്ഷിത സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റർ മുന്നിലിരിക്കുന്ന എല്ലാവരും നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങാണെന്ന് കരുതുക. തിരുവനന്തപുരത്തേക്ക് ഇത്ര സമയത്ത് നിങ്ങൾ ക്യാൻസർ ബാധിച്ച രോഗിയെ ഇന്ന സമയത്ത് അവിടെ കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പോകും? കാറ് 40-ലും 50-ലൊക്കെ ഇട്ടിട്ടാണോ നമ്മൾ പോകുക? അല്ല, നമ്മൾ 90 ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താം. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വളരെ സ്ലോയിലാണ് പോവുക. ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓടുന്നത്, എത്ര സ്പീഡിൽ. അപ്പോൾ നമ്മൾ ഒറ്റയിരിപ്പിടി സിസ്റ്റിന് ഇതൊരു ലഹരിയായി തീരണം, ഇതൊരു ശീലമായി തീരണം. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. കരുണക്കൊന്ത ഒരു ശീലമായി തീരണം. കരുണയുടെ ജപമാല പ്രാർത്ഥിച്ച് എനിക്കും ലോകം മുഴുവനും എൻ്റെ കുടുംബത്തിനും ശക്തി പ്രാപിക്കാൻ, വിശദീകരിക്കപ്പെടാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊരു ശീലമായിട്ട് തീരണം. അതാണ് നമ്മൾ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, ദേശത്തിൻ്റെ, അയൽപ്പക്കക്കാരുടെ, സൗഹൃദ, നമ്മുടെ ചങ്ങാതി, കൂട്ടുകാരൻ, നമ്മുടെ ഫാമിലി, കുടുംബ ഫാമിലി, വൃക്ഷത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും വിഷയങ്ങൾ, ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ആത്മഹത്യ. അപ്പം ഇന്നലെയും കൂടി സിസ്റ്റർ ഒരു കാര്യം കേട്ടു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ആത്മഹത്യയാണെന്ന് കരുതുന്നവരുണ്ട്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ദൈവം തന്ന ജീവനെ ഞാൻ കൊല്ലുക, നശിപ്പിക്കാം. അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരം കരുണയുടെ ജപമാല, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഏത് വിഷയവും നമ്മൾ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരേ ഒരു പ്രാർത്ഥനയാണ് 33 വിശ്വാസ പ്രമാണം. ശക്തമായൊരു പ്രാർത്ഥന. ഇതൊന്നും അധികം സമയം വേണ്ട. ഇപ്പോൾ സിസ്റ്റിൻ്റെ മരിയൻ കൂടാരം, നമ്മുടെ ഇവിടെയുള്ള മരിയൻ കൂടാരത്തിൻ്റെ ചുറ്റും ഞങ്ങൾ ഇന്നലെ 7 കരുണയുടെ ജപമാല പ്രേക്ഷിതർ ഏതാനും പേര് വന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ 33 വിശ്വാസ പ്രമാണം നിങ്ങൾ എഴുതി വയ്ക്കും. അടുത്തതായിട്ട് സ്തുതിപ്പ്. സങ്കീർത്തനങ്ങൾ 8:2. അവർ ശിശുക്കളുടെയും വില കുടിക്കുന്ന അതിരങ്ങളിൽ സ്തുതിക്കുന്ന അതിരങ്ങളിൽ സ്തുതിപ്പിൻ്റെ ശക്തമായ കോട്ട കെട്ടി. നമ്മൾ രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, സിസ്റ്റേഴ്സ് ആണെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദിവ്യകാരുണ്യ സക്രാരി പിന്നെ അവരുടെ സ്വന്തമാണ്. അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. എല്ലാ പ്രാർത്ഥനകളും സ്തുതിപ്പാക്കി മാറ്റാം. തൻ്റെ ജീവിത പങ്കാളി 3 നേരം ഇൻസുലിൻ കുത്തുന്ന ആളാണെന്ന് വിചാരിക്കുക, അത് സമർപ്പിച്ച് സ്തുതിക്കാം. ഭക്ഷണം കിട്ടാൻ ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്നത്, അത് സമർപ്പിച്ച് സ്തുതിക്കാം. മെഡിസിൻ കഴിക്കുന്നവരാണ്, അത് സമർപ്പിച്ച് സ്തുതിക്കാം. എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് സ്തുതിച്ച് അരമണിക്കൂറെങ്കിലും നമ്മൾ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളി മക്കൾ ഇതിനെതിരാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറിയിൽ കയറി വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നിരന്തരമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. 23-ാം വയസ്സിലെ ഭർത്താവ് മരിച്ച ഹന്ന പ്രവാചിക പിന്നീടുള്ള 63 വയസ്സ് വരെ, 63 കൊല്ലവും, 23-ാം വയസ്സിൽ ഭർത്താവ് മരിച്ച ദേവാലയത്തിലേക്ക് വന്നു. 63 കൊല്ലവും ദേവാലയത്തിൽ രാപ്പകൽ സ്തുതിപ്പായി കഴിഞ്ഞുകൂടി. 86-ാം വയസ്സിലാണ് ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കൊണ്ട് കാണുന്നത്. നമുക്കറിയാം, ഇത്രയും വർഷം അവൾ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹന്നയും ശിമയോൻ പ്രവാചകനും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഉണ്ണിയേശുവിനെ മറിയത്തിൻ്റെ ഉദരത്തിൽ കണ്ടപ്പോഴേക്കും സ്നാപയോഹന്നാൻ ഉദരത്തിൽ കുതിച്ചു ചാടി. എന്ന് വെച്ചാൽ സ്തുതിപ്പാണത്, സ്തുതിക്കാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 16. പൗലോസും സീലാസും ആ നിമിഷം വരെ ചമ്മട്ടി അടി, ഒരു തവണ അടി 40 അടിയാണ്. അത് പലതവണ കിട്ടി കർത്താവിനെ സംസാരിച്ചതിനാണ്, ക്രൂശിതനായ യേശുവിനെ പ്രസംഗിച്ചതിന്. അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ അവരെ തടവറയിലടച്ചു.
അടച്ചു കഴിഞ്ഞിട്ടും അവർ വെറുതെ ഇരിക്കല. നമ്മളാണെങ്കിൽ മുറിവുകൾ നോക്കി തുണി കൊണ്ടൊക്കെ തുടച്ചിരിക്കും. ചോര പൊട്ടി ഒഴുകുന്ന ആ ബോഡി, ആ ശരീരം വെച്ച് തങ്ങളെ ചങ്ങലയിൽ മുറുക്കിയിട്ടിരിക്കുന്ന കയ്യും കാലും ആമ വെച്ചിരിക്കുകയാണ്. ആ ചങ്ങല കിലുക്കിക്കൊണ്ട് അവർ സ്തുതിച്ചുകൊണ്ടിരുന്നു, കീർത്തനം പാടിക്കൊണ്ടിരുന്നു. കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തടവറയിലെ വലിയ അത്ഭുതം. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ഇനി അടുത്ത വെള്ളിയാഴ്ച തിരുനാൾ ദിനം രാവിലെ 10 മണി മുതൽ ഞായറാഴ്ച ഉച്ചവരെയുള്ള ധ്യാനമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ. ഈ വെള്ളി, ശനി 27, 28, 29 ധാരാളം മക്കൾ വന്ന് ആത്മാക്കളുടെ രക്ഷ, നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നമ്മൾ അവിടെ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ കരുണയുടെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും കരുണയുടെ ജപമാല മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രം. അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് വേണ്ടത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗങ്ങളെ നമുക്ക് കന്നഡിക്കാൻ നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുടുംബത്തിൽ നാം അറിയപ്പെടുന്നവർ, ശത്രുക്കൾ, ബന്ധുമിത്രാദികൾ, പലതരത്തിൽ നാമുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, നാം ഇടപെടുന്ന ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ കുടുംബത്തിലെ നാലതിരുകൾ എല്ലാം ഈശ്വരത്തിലേക്ക് നാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിശദീകരിക്കണമെന്നും ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ തലമുറയും പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. സ്വതന്ത്രരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ശരീരവും തിരന്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപപരിഹാരമായി ശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. 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 ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ,
പരിശുദ്ധനായ മർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധനായ മർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. 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 ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. യേശുവേ, നന്ദി നന്ദി, ആരാധന. ഹല്ലേലൂയ 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 റുക 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 റിയ 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 ടെ 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 റിയ 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 രി 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 രി. ഈശോയെ, അനേകം മക്കളിലേക്ക് കർത്താവിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്നു. ഉത്തിതനായ ഈശോ അനേകം മക്കളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. കടബാധ്യതകൾ നീങ്ങിപ്പോകുന്നു, ദുഃഖങ്ങൾ അകന്നു പോകുന്നു. ബാറൂക്ക് 4:30, എസ്തേർ 14:14,
പ്രഭാഷകൻ 38:8 അഭിഷേകത്താൽ നിറയുന്നു. ഹബക്കൂക്ക് 1:5 നൽകി അനുഗ്രഹിക്കുന്നു. വചനം കൊണ്ട് കർത്താവ് സ്ഥിരീകരിക്കുന്നു. യേശുവേ നന്ദി നന്ദി നന്ദി. ആരാധന 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 ആരാധന. നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം. ഹല്ലേലൂയ 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 ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദിവ്യ കാരുണ്യേശോയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് സമൃദ്ധമായിട്ട് ഒഴുക്കുന്നത് ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് ശാന്തമായി കർത്താവിലേക്ക് ഉറ്റുനോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും വിഷമങ്ങളും ആ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. ഈശോയുടെ തിരുഹൃദയ തിരുനാളാണല്ലോ അടുത്ത് വരുന്നത്. തിരുനാളുകളിൽ വെച്ച് മഹാതിരുനാൾ. അടുത്ത ദിവസം ഈശോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ആ ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ ഹൃദയത്തിൽ മാത്രമാണ് നമുക്ക് അഭയ കേന്ദ്രം, ശക്തി, ഉറവിടം. സങ്കീർത്തനങ്ങൾ 18:1 എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഓ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നീ ദിവസങ്ങളിൽ ഏറ്റുപറയാം. തിരുഹൃദയത്തിൽ മാത്രം നമുക്ക് അഭയം തേടാം. ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ശാന്തത തരണമേ, വിനയം തരണമേ, പരിശുദ്ധ അമ്മയെപ്പോലെ എളിമ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.